നടിയാക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്ന് കോടതി. ഫോണിൽ നിന്ന് വിവരങ്ങൾ നീക്കം ചെയ്തു എന്നത് ശരിയാണ് എങ്കിലും തെളിവുകൾ നശിപ്പിക്കാനാണ് ഇതെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വിവരങ്ങൾ കൈമാറി എന്നതിന് തെളിവായി ഹാജരാക്കിയ സ്ക്രീൻഷോട്ടുകൾ കോടതി തള്ളി എന്നുള്ള വാർത്തയും ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, കോടതിയിൽ നിന്ന് വരുന്ന പുതിയ വിവരങ്ങൾ എന്താണ്? അജി, ഈ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് ചാറ്റുകൾ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ശേഷമാണ് ഫോണുകൾ സമർപ്പിച്ചു എന്നൊരു ആരോപണമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഇത് തെളിയിക്കാൻ ദിലീപ് ഈ കേസുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ ഡിലീറ്റ് ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ കോടതിയുടെ വിധിപ്പകർപ്പ് രേഖകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഫോണിൽ നിന്നും വിവരങ്ങൾ നീക്കം ചെയ്തു എന്നത് ശരിയാണെങ്കിലും തെളിവുകൾ നശിപ്പിക്കാനാണ് ഇത് ചെയ്തത് എന്ന് സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. ഡിലീറ്റ് ചെയ്ത ചാറ്റുകളുടെ ഉള്ളടക്കം കേസിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വിവരങ്ങൾ കൈമാറി എന്നതിന് തെളിവായി ഹാജരാക്കിയ സ്ക്രീൻഷോട്ടുകളും കോടതി തള്ളിയിട്ടുണ്ട്. ഈ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടത് അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ചിരിക്കുന്നത് ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകനാണ്, രാഷ്ട്രീയ നേതാവാണ്. പക്ഷേ ഈ വ്യക്തിയെ വിസ്തരിക്കാൻ പോലും പ്രോസിക്യൂഷൻ തയ്യാറായില്ല എന്നാണ് വിധിപ്പകർപ്പിൽ പറയുന്നത്. പഴയ ഫോൺ മാറ്റി പുതിയത് വാങ്ങിയത് തെളിവ് നശിപ്പിക്കാനാണെന്ന് പറയാനാകില്ല എന്നാണ് കോടതി പറയുന്നത്. ഒപ്പം തന്നെ ഒരാൾ സ്വകാര്യ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത് സ്വാഭാവികമാണ്. ഇത് കേസിലെ തെളിവ് നശിപ്പിക്കലായി കണക്കുകൂട്ടാൻ പറ്റില്ല എന്നാണ് കോടതി പറയുന്നത്. ഒപ്പം സൈബർ വിദഗ്ധൻ ഡാറ്റ നശിപ്പിച്ചു എന്ന ആരോപണത്തിൽ കൈവശമുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കോടതിയിൽ ഹാജരാക്കിയില്ല എന്നും ഡാറ്റ നശിപ്പിക്കാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഉപകരണം പരിശോധിക്കാതെ ആരോപണം നിലനിൽക്കില്ല എന്നുമാണ് കോടതിയുടെ വിധിപ്പകർപ്പിൽ പറയുന്നത്. അജി തന്നെ നിതിൻ, ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിലും കോടതി സംശയം പ്രകടിപ്പിച്ചില്ലേ? അതായത് ദിലീപുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളും പൾസർ സുനി വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ 2016 ഡിസംബർ 26 നടന്ന കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒരിടത്തും പൾസർ സുനി പറഞ്ഞിട്ടില്ല. ബാലചന്ദ്രകുമാർ മാത്രമാണ് അത്തരം ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ദിലീപിനെ കാണാൻ എത്തിയത് സിനിമയുടെ ചർച്ചയ്ക്ക് വേണ്ടി എന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. എന്നാൽ കോടതിയിലെത്തിയപ്പോൾ ബാലചന്ദ്രകുമാർ ഗൃഹപ്രവേശനത്തിന് എത്തി എന്നാക്കിയെന്നും കോടതി പറഞ്ഞില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്താണ് നിതിൻ? അതായത് ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ ബാലചന്ദ്രകുമാർ ചാനൽ ചർച്ച അല്ലെങ്കിൽ ചാനലുകൾക്ക് മുമ്പിൽ നടത്തിയ വെളിപ്പെടുത്തലിൽ കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ്. ദിലീപുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളും പൾസർ സുനി പോലീസിനോടും കോടതിയിലും വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ 2016 ഡിസംബർ 26 ദിലീപുമായി നടത്തിയ കൂടിക്കാഴ്ചയെ പറ്റി പൾസർ സുനി ഒരിടത്തും പറഞ്ഞിട്ടില്ല. ബാലചന്ദ്രകുമാർ മാത്രമാണ് അത്തരം കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇത് സംശയകരമാണ് എന്നാണ് കോടതി പറയുന്നത്. ദിലീപിനെ കാണാൻ വേണ്ടിയാണ് ദിലീപിന്റെ വീട്ടിൽ ചർച്ചയ്ക്ക് എത്തിയത് എന്നാണ് ബാലചന്ദ്രകുമാർ ചാനലുകളിൽ വെളിപ്പെടുത്തിയത്. ഒപ്പം പോലീസിന് നൽകിയ മൊഴി. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ അത് ബാലചന്ദ്രകുമാർ മാറ്റി പറയുകയായിരുന്നു. ദിലീപിന്റെ വീടിന്റെ ഗൃഹപ്രവേശനത്തിന് വേണ്ടിയാണ് ദിലീപിന്റെ വീട്ടിലെത്തിയത് എന്നാണ് ബാലചന്ദ്രകുമാർ കോടതിയിൽ പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു ഗൃഹപ്രവേശം അന്ന് അവിടെ നടന്നതിന്റെ ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ഹാജരാക്കാൻ ആയിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. ഒപ്പം ഈ പൾസർ സുനിയും ദിലീപും തമ്മിലുണ്ടായിരുന്നത് അതീവ രഹസ്യ സ്വഭാവത്തിലുള്ള ബന്ധമാണെന്ന് അന്വേഷണ സംഘം തന്നെ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു ബന്ധമാണ് പൾസർ സുനിയും ദിലീപും തമ്മിൽ ഉണ്ടായിരുന്നതെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ബാലചന്ദ്രകുമാറിന്റെ മുമ്പിൽ ഇങ്ങനെ പൾസർ സുനിയുമായി സൗഹൃദം പങ്കിട്ട് ദിലീപ് നിൽക്കുമായിരുന്നു എന്നൊരു ചോദ്യം കൂടി കോടതി ചോദിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ദിലീപ് കോടതിയിൽ പറഞ്ഞ കാര്യം കൂടി ഇതുമായി ചേർത്ത് പറയേണ്ടതുണ്ട്. അതായത് ബാലചന്ദ്രകുമാർ ഇത്തരം വെളിപ്പെടുത്തൽ കൊണ്ടുവന്നത് ഈ കേസ് അന്വേഷിച്ച ബി സന്ധ്യയുടെ ആവശ്യമായിരുന്നുവെന്നും വിചാരണ നീട്ടിക്കൊണ്ടു പോകാനാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുമായി വന്നതെന്നുമാണ് ദിലീപ് കോടതിയിൽ പറയുന്നത്. തന്റെ റിട്ടയർമെന്റിന് ശേഷം മാത്രമേ ഈ കേസിൽ വിധി വരാവൂ എന്ന് ബി സന്ധ്യയ്ക്ക് സ്വാർത്ഥ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് കൂടി ദിലീപ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുമായി കോടതിയിലേക്ക് ഈ അന്വേഷണ സംഘം എത്തിയത് എന്ന് കൂടി ദിലീപ് കോടതിയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും ഈ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ പൾസർ സുനിയെ ദിലീപിന്റെ വീട്ടിൽ വെച്ച് കണ്ടു എന്ന വെളിപ്പെടുത്തലിൽ കോടതി തന്നെ സംശയം പ്രകടിപ്പിക്കുകയാണ്. അത് തെളിയിക്കാൻ, അങ്ങനെ കണ്ടതായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കോടതിയിൽ സാധിച്ചിട്ടുമില്ല. അജി